നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന ശബരിമല മേൽശാന്തി നിയമന ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. നിർദ്ദേശം നൽകി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ന്യൂസ് 18 വാർത്ത ആധാരമാക്കി ഔദ്യോഗിക പരാതി ലഭിച്ചു. പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലെന്നും ദേവസ്വം മന്ത്രി. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. മുൻ സർക്കാരിന്റെ കാലത്തും ബെക്കാർഡി ഇടപെട്ടതായി തെളിവുകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിനായി ബെക്കാർഡി 3 എക്സൈസ് മന്ത്രിമാർക്ക് കത്തയച്ചു. തീരുമാനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരിൽ ഭിന്നതയുണ്ടായിരുന്നതായി രേഖകൾ. മദ്യനയത്തിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ചർച്ച ചെയ്തേ നടപ്പാക്കൂ എന്ന് മന്ത്രി കെ മുരളീധരൻ. തെറ്റായാൽ തിരുത്തുമെന്ന് AP അനിൽകുമാർ. ജനശബ്ദം കേൾക്കുമെന്നാണ് വിശ്വാസമെന്ന് തിരുവഞ്ചൂർ. സർക്കാർ നീക്കം ദുരൂഹമെന്ന് MV ഗോവിന്ദൻ. CMRL എക്സാലോജിക് കേസിൽ ED അന്വേഷണം 1ാം പിണറായി സർക്കാരിലേക്കും. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്തെന്ന് അന്വേഷിക്കും. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് ED. അടുത്തയാഴ്ച വീണ്ടും EDക്ക് മുന്നിലേക്ക്. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് UDF. നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന ആരോപണം. കോർപ്പറേഷനിലെ സംഘർഷത്തിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും CPM കൌൺസിലർമാർക്കുമെതിരെ കേസ്. കാപ്പ കേസ് പ്രതി കൌൺസിലർ സുഗതനു വേണ്ടി BJP കോടതിയിലേക്ക്. ലഹരിക്കായി യുവാക്കൾ ഉപയോഗിക്കുന്നത് ക്യാൻസറിനുള്ള വേദന സംഹാരി ഗുളികകളും. കീമോയ്ക്ക് ശേഷം നൽകാറുള്ള ഗുളികകൾ കുത്തിവെക്കുന്നത് ലായനിയിൽ കലർത്തി. ഇടുക്കി നെടുങ്കണ്ടത്ത് 3 യുവാക്കൾ പിടിയിൽ. ലഹരി മാഫിയയുടെ വേരെറുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് മുഖ്യമന്ത്രി. വിദേശ സംഭാവന നിയമത്തിലെ ചട്ടഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ക്രൈസ്തവ സഭ. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കാണാൻ അനുമതി ലഭിക്കാതെ സഭാ നേതൃത്വം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടായേക്കും. മന്ത്രിമാരായ നിർമ്മല സീതാരാമനും ധർമ്മേന്ദ്ര പ്രധാനും മന്ത്രിസ്ഥാനം നഷ്ടമായേക്കും. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയേക്കും. ഭൂമി കുംഭകോണക്കുരുക്കിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. 3 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഭൂസ്വത്ത് ഇരട്ടിയായെന്ന ആരോപണം. ബന്ധുക്കൾ വാങ്ങിയത് 150 ഏക്കറിലധികം ഭൂമി. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാത്തതെന്തെന്ന് കോൺഗ്രസ്. ക്രമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് BJP. അയോധ്യ സംഭാവന തിരിമറി കേസിൽ അറസ്റ്റിലായവർ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുള്ളവർ. കാണിക്ക എണ്ണിയവർ സ്ഥിരമായി പണം കടത്തിയെന്ന് പോലീസ്. SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷണ പരിധിയിൽ. നടുക്കം മാറാതെ വെനസ്വേല. രാജ്യത്തെ പിടിച്ചുലച്ച ഭൂകമ്പത്തിൽ മരണം 235ആയി. 4300ഓളം പേർക്ക് പരിക്ക്. വെനസ്വേലയ്ക്ക് സഹായവുമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ച് ഇറാൻ. സമാധാന കരാർ ലംഘിച്ച് ലെബനനിലേക്ക് ആക്രമണം തുടർന്ന് ഇസ്രയേൽ. വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റം കാത്ത ആരാധകർ. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ ഇനി ഗ്ലാമർ പോരാട്ടം. ഫ്രാൻസ് നോർവേയെയും ഉറുഗ്വായ് സ്പെയിനിനെയും നേരിടും. കേപ്പ് വെർഡയെ നേരിടാൻ സൗദി. ഈജിപ്തിന് ഇറാനും ബെൽജിയത്തിന് ന്യൂസിലൻഡും എതിരാളികൾ. ന്യൂസ് 18 വാർത്തയിൽ അധികാരികളുടെ ഇടപെടൽ.
മേൽശാന്തി നിയമന ക്രമക്കേട് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ്. അന്വേഷണത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയിലാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തു. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. തനിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടി എന്നതാണ് ദേവസ്വം മന്ത്രി സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ പരാതി ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ വാർത്ത പുറത്തുവിട്ട ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, ന്യൂസ് 18 വാർത്തയിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം മന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്തൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? രേണുക, ശബരിമല മേൽശാന്തി നിയമനം, ആ മേൽശാന്തി പദവിയിലേക്ക് ED പ്രസാദ് നമ്പൂതിരി എത്തിയത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം തെളിവുകൾ സഹിതം വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് നമ്മൾ വിവരാശ നിയമപ്രകാരമാണ് ഈ രേഖകളെല്ലാം പരിശോധിച്ചത്. ED പ്രസാദ് ഈ 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ സേവനം ചെയ്തിട്ടില്ല, മേൽശാന്തിയായി സേവനം ചെയ്തിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. മാത്രമല്ല, ശബരിമല മേൽശാന്തി നിയമനത്തിന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഇതാണ്. ഒന്ന്, മലയാള ബ്രാഹ്മണനായിരിക്കണം. 2, 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി അനുഭവ പരിചയം, പ്രവൃത്തി പരിചയം വേണം. ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയിരുന്നു. മാത്രമല്ല, അതോടൊപ്പം വ്യാജരേഖ ചമച്ച് ചോറ്റാനിക്കര കീഴ്ക്കാവിൽ മേൽശാന്തിയായിരുന്ന ED പ്രസാദ് അത് മേൽക്കാവിൽ മേൽശാന്തിയായിരുന്നു എന്ന വ്യാജരേഖ ഉണ്ടാക്കി. ഇതിന് ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഒത്താശ ഇതിനുണ്ടായി. മാത്രമല്ല, ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ കൃത്യമായും ദേവസ്വം വിജിലൻസ് പരിശോധിക്കേണ്ടതാണ്. ആ ദേവസ്വം വിജിലൻസ് ഈ വീഴ്ചകളൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. അതല്ലെങ്കിൽ ബോധപൂർവം അത് ഒഴിവാക്കി അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി നിയമനം നൽകി. അങ്ങനെയുള്ള ഓരോ തെളിവുകളും പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല, ദേവസ്വം മന്ത്രിക്ക് ഇന്നലെ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പന്തളം രാജകുടുംബാംഗം ശ്രീ രാജരാജവർമ്മ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് DGPക്കും അടക്കം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവസ്വം വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ദേവസ്വം വിജിലൻസ് തന്നെയാണ് ഇദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇദ്ദേഹത്തിന്റെ ഈ ക്രൈറ്റീരിയ എല്ലാം പാലിച്ചുകൊണ്ടാണ്, മാനദണ്ഡമെല്ലാം പാലിച്ചുകൊണ്ടാണ് ED പ്രസാദ് ഈ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെന്ന് ദേവസ്വം വിജിലൻസ് ഓഫീസറായിരുന്ന ഈശ്വരൻ നമ്പൂതിരിയുടെ സാക്ഷ്യപത്രം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമോ എന്ന രീതിയിലുള്ള ചില ആശങ്കകൾ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയ്ക്ക് അത് ഒരു ഫലം കണ്ടിരിക്കുന്നു, ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് ഒരു കാരണവശാലും ഈ സംഭവം പുറത്തു വരില്ലായിരുന്നു. ഇതിനു മുൻപും കാലാകാലങ്ങളായി ശബരിമല മേൽശാന്തി നിയമനത്തിൽ ഇതുപോലുള്ള അട്ടിമറികളും തിരിമറികളും നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി മേൽശാന്തിമാരെ നിയമിക്കുന്നുണ്ട്. അത് ശബരിമലയിൽ മാത്രമല്ല, ഈ മാളികപ്പുറത്തും ഇതേ രീതിയിലുള്ള നടപടികളാണ് നടക്കുന്നതെന്ന് ഇന്നലെ ന്യൂസ് 18നോട് മുൻ കീഴ്ശാന്തി, ശബരിമലയിലെ മുൻ കീഴ്ശാന്തി സുരേഷ് ആർ പോറ്റി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അദ്ദേഹം കൈക്കൂലി നൽകിയിട്ടുണ്ട്. അതായത് 3 ലക്ഷം രൂപ ശബരിമലയിലെ മുഖ്യ പുരോഹിതന് നൽകിയെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ വിഷയമടക്കം പരിശോധിക്കേണ്ടതാണ്. അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാലാകാലങ്ങളായി ശബരിമലയിലെ മേൽശാന്തി നിയമനം ഇതുപോലെ പണം വാങ്ങി വിൽപ്പന നടത്തുകയാണ്, കച്ചവടം നടത്തുകയാണ് എന്ന കാര്യമായിരുന്നു നമ്മുടെ അന്വേഷണത്തിനർത്ഥം പുറത്തു വന്നത്. പക്ഷേ
അവിടെയൊന്നും ഇതിനു മുൻപ് ഇത്ര ആരോപണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇതിപ്പോൾ തെളിവുകൾ സഹിതമാണ് ന്യൂസ് 18 ആ വാർത്ത പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് നടന്നിട്ടുള്ള മേൽശാന്തി നിയമനങ്ങളും പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം സുരേഷ് ആർപ്പോറ്റി മുൻ കീഴ്ശാന്തി നടത്തിയ വെളിപ്പെടുത്തലും പരിശോധിക്കണം. അദ്ദേഹം ഈ മുഖ്യ പുരോഹിതനടക്കം ശബരിമലയിലെ മുഖ്യ പുരോഹിതനും അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്കും പണം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലും വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. ഒരുപക്ഷെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കേസ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തണം. മാത്രമല്ല കഴിഞ്ഞ ഭരണസമിതി ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതി അടക്കം പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതോടൊപ്പം ഈ ED പ്രസാദിന് നിയമനം ലഭിക്കാൻ ആരുടെ ഒത്താശ കിട്ടിയിട്ടുണ്ട്. മുൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അതോടൊപ്പം ഈശ്വരൻ നമ്പൂതിരി, ദേവസ്വം ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി, ഇവരൊക്കെ വഴിവിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, ഉന്നതതല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. രേണുക, തീർച്ചയായും എന്തായാലും വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുള്ള പല തലങ്ങളിൽ നടന്ന തട്ടിപ്പിന്റെ ആകെ തുകയാണ് ഈ നിയമനം. അത് സംബന്ധിച്ചുള്ള അന്വേഷണം എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ടോം കുര്യാക്കോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായമെന്ന രേഖകൾ. വീര്യം കുറഞ്ഞ മദ്യം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണെന്ന് നികുതി ജോയിന്റ് സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ വീര്യം കുറവെങ്കിലും ബക്കാർഡി ബ്രീസറും പ്ലസും മദ്യം തന്നെയെന്നും സ്കൂൾ കുട്ടികൾക്ക് മദ്യപാനത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്നുമുള്ള മുന്നറിയിപ്പ് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് നൽകിയിരുന്നു. ബക്കാർഡി പ്ലസ് സ്ത്രീ സൗഹൃദവും ലിംഗഭേദമില്ലാതെയും ആർക്കും ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 2008 തന്നെ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിതരണത്തിന് നീക്കം തുടങ്ങിയ ബക്കാർഡി ആദ്യ 2 പിണറായി സർക്കാരുകളിലെ 3 എക്സൈസ് മന്ത്രിമാർക്കും കത്ത് നൽകിയിരുന്നു. നിർണായക രേഖകളുടെ പകർപ്പുകൾ ന്യൂസ് 18 ലഭിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിലും UDF-ലും വിവാദങ്ങൾക്ക് വഴിവെച്ചതിനിടയിലാണ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തും, അതായത് ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്തും മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖകൾ പുറത്തു വരുന്നത്. ടാക്സ് സെക്രട്ടറി പൂർണ്ണമായും ഈ നീക്കത്തെ അനുകൂലിച്ചപ്പോൾ, ഇത് മദ്യവ്യാപനത്തിന് വഴിവെക്കില്ല എന്ന നിലപാടെടുത്തപ്പോൾ, വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കില്ല നിലപാടെടുത്തപ്പോൾ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് ഈ വീര്യം കുറഞ്ഞതാണെങ്കിലും ബക്കാർഡി ഫ്രീസറും അതുപോലെ തന്നെ ബക്കാർഡി പ്ലസും മദ്യത്തിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ടത് തന്നെയാണ്. മദ്യം തന്നെയാണ് അത് വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിലേക്ക് ചവിട്ടുപടിയായി മാറുമെന്ന ആശങ്ക. അതുകൊണ്ട് തന്നെ അതിന് അനുമതി നൽകരുതെന്ന നിർദ്ദേശം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നൽകിയതിന് രേഖകളാണ് പുറത്തു വന്നത്. മാത്രമല്ല അതിനുശേഷവും ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് സർക്കാർ ആ നടപടികളുമായി മുന്നോട്ട് പോയത്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന ബക്കാർഡിയുടെ അപേക്ഷ 2008 മുതൽ വിവിധ സർക്കാരുകൾക്ക് മുന്നിലുണ്ട്. 2006 VS സർക്കാരിൻ്റെ മുന്നിൽ എക്സൈസ് മന്ത്രി ഗുരുദാസനായിരുന്നു അന്ന് ഈ അപേക്ഷ ലഭിച്ചത്. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയായി വന്ന 1ാം പിണറായി സർക്കാരിൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ അദ്ദേഹത്തിന് മുന്നിലും, അതിനുശേഷം 2ാം പിണറായി സർക്കാരിലെ മന്ത്രിമാരായ MP രാജേഷിനും MV ഗോവിന്ദനും മുന്നിൽ ബക്കാർഡി അപേക്ഷ നൽകിയിരുന്നു. അതിൽ അവർ ബക്കാർഡി ബ്രീസറും അതുപോലെ പ്ലസും വീര്യം കുറഞ്ഞ മദ്യമാണ്, അത് സ്ത്രീ സൗഹൃദ മദ്യമാണ്, ലിംഗഭേദമിനെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന മദ്യമാണ്, മാത്രമല്ല ഈ മദ്യം വിതരണം ചെയ്താൽ ഇതിന് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകി അത് മദ്യവ്യാപനത്തിന് ഇടയാക്കുകയല്ല, മറിച്ച് വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കും, സർക്കാരിന് അധിക നികുതി വരുമാനം കിട്ടുമെന്ന് അടക്കമുള്ള ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില കൃത്യ നിർദ്ദേശങ്ങൾ കൂടി അടങ്ങിയ കത്താണ് അന്നത്തെ മന്ത്രി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബക്കാർഡി നൽകിയത്. ഏതായാലും ബക്കാർഡിയുമായി ബന്ധപ്പെട്ട ഈ മദ്യ നികുതി തീരുമാനം ഇപ്പോഴും കോൺഗ്രസിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിയമസഭയിൽ 1-ാം തീയതി ധനബില്ല് വരും, അതിൽ ഇത് ഉൾപ്പെടുത്തി പാസാക്കിയെടുക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. മദ്യനികുതി വിവാദം കത്തിനിൽക്കെ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ കോൺഗ്രസും UDF-ഉം. വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താനുള്ള സാഹചര്യം നേതൃത്വങ്ങളെ ബോധ്യപ്പെടുത്താനാകും മുഖ്യമന്ത്രി ശ്രമിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം ഇപ്പോൾ സാധ്യമല്ലെന്നും വീര്യം കുറഞ്ഞ മദ്യം എങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകുമെന്നുമായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അല്ല, അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ മയക്കുമരുന്ന് അതുപോലെയല്ല. മയക്കുമരുന്ന് ഒരിക്കൽ അതിൻ്റെ അകത്ത് പെട്ടുപോയാൽ പിന്നെ മോചനമില്ല. പ്രത്യേകിച്ച് യങ് ജനറേഷനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റായിട്ട് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ അതിപ്പോഴും ഉപയോഗിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച് വന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിനാ. അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് ദുരന്തം ഉണ്ടാക്കും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മുമ്പ് സർക്കാർ ഈ ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു വി. കരുണാകരൻ. അദ്ദേഹമാണ് ഈ ബിവറേജ് കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊണ്ടുവന്നത്. എന്താ കാരണം? അന്ന് ഈ കുടിയന്മാരെന്തായാലും സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുക, അതായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. പക്ഷേ ഇത് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാണ് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് ഘട്ടം ഘട്ടമായി ഇത് ഇല്ലാതാക്കുക. അതേസമയം സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകുന്നതായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ് ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതും മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു നീക്കത്തിന് കൂടുതൽ കരുത്ത് പകരത്തില്ല. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട് വേണം. ഞാൻ പറഞ്ഞത് നമ്മളൊരു നല്ല കാര്യത്തിന് വന്നിട്ട് വളഞ്ഞു കെട്ടി ഒരു കുഴപ്പത്തിൽ കൊണ്ട് എന്ന് എത്തിച്ച് അടങ്ങൂ എന്നൊരു വാശി എന്തിനാ? നമുക്ക് നന്മയ്ക്ക് വേണ്ടി നിൽക്കാം. തീരുമാനം തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും മന്ത്രി AP അനിൽകുമാർ പ്രതികരിച്ചു. മറിച്ചുള്ള രാഷ്ട്രീയമായ നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് എക്സൈസ് വകുപ്പുണ്ട്. നമുക്ക് ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഇവിടെ ഔദ്യോഗികമായി നമുക്ക് ഔട്ട്ലെറ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇതിനകത്ത് എടുത്തൊരു എന്തെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ പാർട്ടി നേതൃത്വവുമായിട്ടും മുന്നണിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കൂ. അത് പറഞ്ഞൊരു സാഹചര്യത്തിൽ അതിനകത്ത് പ്രസക്തിയില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ലീഡർഷിപ്പ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നീക്കം ദുരൂഹമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബക്കാഡിക്കായി ഇടത് സർക്കാർ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനെ സംബന്ധിച്ചോ വിൽക്കുമ്പോഴുണ്ടാകുന്ന നികുതി കുറവിനെ സംബന്ധിച്ചോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തതേയില്ല. 3 വർഷവും 5 മാസവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ ഫയലിൽ ഉണ്ടായിരുന്ന കാര്യം വെച്ച് ചർച്ച ചെയ്യാതിരുന്ന ഈ പ്രശ്നം VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് 3ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഈ ഫയൽ 2-2.5 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരികയാണ്. ഈ കമ്പനിക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ലഭിച്ച മറ്റ് സഹകരണ മേഖല ഉൾപ്പെടെയുള്ള കമ്പനികൾ അവരുൾപ്പെടെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കശുമാങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ലഹരി മാഫിയയുടെ വേരർക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി ഏതറ്റം വരെയും പോകും, എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും അവരുടെ മാഫിയയ്ക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചതുപോലെ കൃത്യമായ ഒരു ചാനലിലൂടെ കൃത്യമായ പദ്ധതികളിലൂടെ ഇതിന്റെ വേരറക്കുക എന്നതാണ് നമ്മുടെ കാര്യം. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള
ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരിക്കായി ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ ഉപയോഗിച്ച യുവാക്കൾ പിടിയിൽ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 പേർ പിടിയിലായത്. വേദന സംഹാരി ഗുളികകൾ കുത്തിവെച്ചാണ് ഇവർ ലഹരി കണ്ടെത്തിയിരുന്നത്. നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാക്കളെ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും പപ്പായ തണ്ടും കുപ്പികളും കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കീമോതെറാപ്പിക്ക് ശേഷം ക്യാൻസർ ബാധിതർക്ക് നൽകാറുള്ള വേദന സംഹാരി ഗുളികകൾ വിവിധ രീതിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ലഹരി കണ്ടെത്തിയിരുന്നതായി മനസ്സിലായത്. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിരുന്നു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ചാൽ 2 ദിവസത്തോളം ലഹരി നിൽക്കും. കട്ടപ്പനയിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ടപെന്റഡോൾ ടാബ്ലറ്റ് 100 mg എന്ന ഗുളിക ഇവർ വാങ്ങിയിരുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട ദിവാകർ എന്നയാൾക്കായി അന്വേഷണം തുടരുകയാണ്. നെടുങ്കണ്ടം സ്വദേശി ഫ്രാൻസിസ്, ചിറക്കുന്നൽ അൻസിൽ, മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പിടിയിലായത്. ന്യൂസ് 18 ഇടുക്കി. മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്ക്. 1ാം പിണറായി സർക്കാരിനെതിരെയാണ് അന്വേഷണം നടത്തുക. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണം എന്ത് എന്നതിലാണ് അന്വേഷണം. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇഡി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. വീണയെ 3ാം തവണയും ചോദ്യം ചെയ്യാനാണ് നീക്കം. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ഇഡി CMRL എക്സാലോജിക്ക് പണമിടപാട് കേസുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിൽ വീണ ടിയെ കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തപ്പോൾ 10 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വ്യക്തതയില്ല എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3ാം വട്ട ചോദ്യം ചെയ്യലുണ്ടാവും. കഴിഞ്ഞ ദിവസം SFIOയിൽ നിന്നും ലഭിച്ചിട്ടുള്ള 132 ഡോക്യുമെന്റ്സ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി വീണ്ടും അടിയന്തരമായി വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമാകുന്ന ഒരു കാര്യം, 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRL എക്സാലോജിക്കും തമ്മിൽ പണമിടപാട് നടത്തിയത്. എന്തുകൊണ്ടാണ് CMRL ഇത്രയധികം വഴിവിട്ട ഇടപാടുകൾ എക്സാലോജിക്കുമായി നടത്തിയത്? IT സേവനങ്ങൾ നൽകിയെന്ന് പറയുമ്പോഴും ആ സേവനങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ CMRLനോ അതല്ലെങ്കിൽ എക്സാലോജിക്കിനോ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. വീണ ടിയിൽ നിന്നും ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനും വ്യക്തതയില്ല എന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യണം. പക്ഷേ ചോദ്യങ്ങൾ നീളുന്നത് ഇനി 1ാം പിണറായി സർക്കാരിലേക്കാണ്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പണമിടപാടുകൾ CMRLന് എന്ത് വഴിവിട്ട സാഹചര്യമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്? അതല്ലെങ്കിൽ സർക്കാരും CMRLനും തമ്മിൽ എന്ത് ഇടപാടുകളാണ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1ാം പിണറായി സർക്കാരിനെ കൂടിയും ആ ഇടപാടുകളും സർക്കാർ ഇടപാടുകളും CMRLുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളും ചോദ്യം ചെയ്യപ്പെടും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് വി ശിവൻകുട്ടി. 6 മാസം കഴിയുമ്പോൾ PM ശ്രീ അവസാനിക്കും. PM ശ്രീയേക്കാൾ അപകടകാരി NEP ആണ്. അതാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. ലീഗിന്റെ നിലപാടും അറിയണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പ്രധാനത്തോടുകൂടി കേരളം ഉറ്റുനോക്കേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. NEP എന്ന് പറയുന്ന വിശാലമായ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളിൽ ചെറിയൊരു കാര്യം മാത്രമാണ്. അതിൽ ചെറിയൊരു കാര്യം മാത്രമാണ് ഇനി 6 മാസക്കാലം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ PM ശ്രീയേക്കാൾ ഏറ്റവും അപകടകാരിയും നമ്മുടെ പാരമ്പര്യ വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും തകർക്കുന്നതാണ് NEP എന്ന് പറയുന്നത്. ആ NEP കേരളത്തിൽ നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും UDF ഗവൺമെൻറ്റും വ്യക്തമാക്കേണ്ടത്. അതിൽ മുൻപ് NEP നടപ്പിലാക്കുന്നതിനോട് ഉറച്ച നിലപാടെടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. NEP നടപ്പിലാക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കും എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF. ഒരാളുടെ ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തുന്ന BJPക്കെതിരെ അസാധാരണ നീക്കത്തിനാണ് ഒരുക്കം. LDFും UDFും ഈ നീക്കത്തിൽ കൈകോർക്കുമോ എന്നതാണ് ആകാംക്ഷ. എന്നാൽ 5 വർഷത്തേക്ക് നഗരസഭാ ഭരണം സേഫാണെന്ന് മേയർ PV രാജേഷ് പ്രതികരിച്ചു. അതേസമയം നഗരസഭയിലെ സംഘർഷത്തിൽ BJPയും LDFും നൽകിയ പരാതികളിൽ പോലീസ് കേസെടുത്തു. മേയർ VV രാജേഷ്, മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെയും കേസുണ്ട്. LDF പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയും കേസെടുത്തു. ഭരണസ്തംഭനത്തിനെതിരെ പ്രക്ഷുബ്ധമുണ്ടാക്കുവാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച
കോർപ്പറേഷനും നടയിൽ ഭരണസമിതിക്കെതിരെ സമരം വെക്കുകയും ബാക്കി കാര്യങ്ങൾ 6 മാസം തികഞ്ഞ സാഹചര്യമായതുകൊണ്ട് ഒന്നും നടക്കാത്തതിനെതിരെ എന്ത് നടപടികൾ വേണമെന്നുള്ളത് പാർലമെന്ററി പാർട്ടി കൂടി നമ്മൾ വൈകുന്നേരം തീരുമാനിക്കും. കൌൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിലാണ് നഗരസഭയിൽ ഭരണസ്തംഭനമാണ് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുന്നത്. UDFന്റെ അവിശ്വാസ പ്രമേയത്തെ LDF കൂടി പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം തുടരുന്ന NDAക്ക് അത് വലിയ പ്രതിസന്ധിയാക്കും ഉണ്ടാക്കുക. അതേസമയം 5 വർഷത്തേക്ക് നഗരസഭയുടെ ഭരണം സേഫാണെന്നും അത് കഴിഞ്ഞും അങ്ങനെ തന്നെയായിരിക്കും സാഹചര്യമെന്നുമായിരുന്നു മേയർ VV രാജേഷിന്റെ പ്രതികരണം. 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് LDF കൌൺസിലർമാർ നൽകിയ പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പരാതി നൽകാതെ തന്നെ മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടിക്കും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ മ്യൂസിയം പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ 4 കേസുകളാണ് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം സുഗതനെ അയോഗ്യനാക്കപ്പെട്ട സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരസ്യമായ പ്രതികരണം. രാഷ്ട്രീയ പകപോക്കലാണ് സുഗതനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന നിലപാടിലാണ് BJP നേതൃത്വം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തമ്മിൽ തല്ലിനെ പരിഹസിച്ച് മന്ത്രി K മുരളീധരൻ. കൊതുകിനറിയില്ല നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ അടിയാണെന്ന്. മാലിന്യം നീക്കിയില്ലെങ്കിൽ ഡെങ്കിപ്പനി പടരുമെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ടുള്ള അടി, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ നഗരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇനിയൊരു മഴ വന്നാൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടില്ല. അന്ന് ആരോഗ്യ വകുപ്പിനെയാണ് എല്ലാവരും കുറ്റം പറയുക. ഞാൻ മുൻകൂട്ടി ഞാൻ നൽകുന്നു, ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുമാതിരി കൺട്രോൾഡാണ്. അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ അധ്വാനമായിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച്, മറ്റെല്ലാ വകുപ്പുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തമ്മിൽ കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണെന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ശക്തമായിട്ട് നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറും. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചതിൽ വിവാദം. തൃശൂർ ഡെപ്യൂട്ടി മേയർ E പ്രസാദിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഞ്ചാരം. ഡെപ്യൂട്ടി മേയർ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയതോടെ ബോർഡ് മറച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു മോഹനും സംഘവുമാണ് ഡെപ്യൂട്ടി മേയറുടെ വാഹനത്തിൽ യാത്ര ചെയ്തത്. റോഡരികിലെ നടപ്പാതകൾ കാൽനടയാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് അതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തിയത്. കൊച്ചിയിലെ ക്യൂൻസ് വാക്ക് വേയിലെ കിയോസ്ക് നിർമ്മാണത്തിനെതിരെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫ് ഉത്തരവിട്ടു. തിങ്കളാഴ്ചയാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് PS നരസിംഹ സുരക്ഷിത നടപ്പാതകൾ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശമാണെന്ന് മറ്റൊരു വിധിയിലും ആവർത്തിച്ചത്. നമ്മുടെ നാട്ടിലെ നടപ്പാതകളുടെ അവസ്ഥ എന്താണ്? 2 ഉന്നത കോടതികൾ പറഞ്ഞത് ഭരണാധികാരികൾ ഏറ്റെടുക്കുമോ? നടപ്പാതകളിൽ വഴിമുടക്കുന്നവരെ ഒഴിപ്പിക്കുമോ? കേരളത്തിലെ നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് ന്യൂസ് 18. പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കേണ്ടി. തിരുവനന്തപുരത്ത് നഗരസഭയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി KSRTCയുടെ ഫുട്പാത്ത് കയ്യേറിയുള്ള ബസ് സ്റ്റോപ്പ്. 2 ആഴ്ചയ്ക്കകം ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും KSRTC അധികൃതർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം തീർത്തുകൊണ്ടാണ്
തമ്പാനൂരിലെ KSRTCയുടെ നിയമലംഘനം. എനിക്ക് പിന്നിൽ കാണുന്നത് KSRTCയുടെ തിരുവനന്തപുരത്തെ തമ്പാനൂരിലുള്ള ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡാണ്. അന്തർ സംസ്ഥാന ബസ്സുകളടക്കം വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ് ആ പ്രധാനപ്പെട്ട KSRTCയുടെ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് 200 മീറ്റർ മാത്രം അകലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എന്ന പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുണ്ട് KSRTCയുടെ മേൽനോട്ടത്തിൽ. അത് ഫുട്പാത്ത് കയ്യേറി കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ ജൂൺ മാസം 18-ാം തീയതിക്ക് ഒരു കത്ത് KSRTCക്ക് കൈമാറിയിരുന്നു. ആ കത്തിൽ പരാമർശിക്കുന്നത് 2 ആഴ്ചക്കകം ഈ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് പൂർണ്ണമായി പൊളിച്ചു മാറ്റി സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താത്ത തരത്തിൽ അതിന്റെ അനുബന്ധ നിർമ്മാണം മുഴുവൻ അവിടെ നിന്ന് മാറ്റണമെന്ന കർശനമായ നിർദ്ദേശമാണ് KSRTCക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമായി പരാമർശിച്ചിരുന്നത്. ആ 2 ആഴ്ച പിന്നിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഒരു കത്ത് കോർപ്പറേഷന് അതിന് മറുപടിയായി കൈമാറിയിരിക്കുകയാണ്. ആ കത്തിൽ പരാമർശിക്കുന്നത് ഇത് KSRTCയുടെ ഉത്തരവാദിത്തമല്ല, ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമല്ല, മാത്രവുമല്ല ഇത് അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന നഗരസഭയുടെ കണ്ടെത്തൽ അത് വാസ്തവ വിരുദ്ധമാണ്. അനധികൃതമായിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ കത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസർ നൽകിയിരിക്കുന്ന മറുപടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്റർലോക്ക് ഇട്ട് ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ 5 മുതൽ 6 വരെ KSRTC ബസ്സുകൾ ഒരേ സമയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും ആളുകളെ കയറ്റുകയും ഇറക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ വഴിയിൽ നിന്നാണ്. അവിടെയാണ് പൊതുജനങ്ങളുടെ ഹൈക്കോടതി വിധിയുടെയും സുപ്രീം കോടതി വിധിയുടെയും നഗ്നമായ ലംഘനം പരസ്യമായി നടക്കുന്നത്. അതായത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഫുട്പാത്ത് കയ്യേറിക്കൊണ്ടുള്ള അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നമുക്ക് മുമ്പിലുണ്ട്. അതിന്റെ നഗ്നമായ ലംഘനമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം തമ്പാനൂരിൽ തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നഗരസഭ നൽകിയിരിക്കുന്ന കത്ത് പരിഗണിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നതിനായി അടിയന്തരമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും അതോടൊപ്പം സാധാരണക്കാരായ ഈ വഴിയാത്രക്കാരുമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. താരസംഘടനയായ AMMAയിൽ നിന്ന് രാജിവെച്ചവരെ തിരിച്ചെത്തിക്കുമെന്ന് അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ രമേശ് പിഷാരടി. മമ്മൂട്ടി, മോഹൻലാൽ, ശ്വേതാ മേനോൻ, അൻസിബ തുടങ്ങി എല്ലാവരോടും സംസാരിച്ചു. അഡ്ഹോക് കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നു. സ്ഥിരം കമ്മിറ്റി താമസിയാതെ വരും. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ല എന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ഇന്നലെ ആദ്യത്തെ യോഗം കൂടി. ഗണേശ് ചേട്ടനും ഷാജോൻ ചേട്ടനും മാത്രം ഓൺലൈനിലും ഞങ്ങൾ ബാക്കിയുള്ളവർ അമ്മയുടെ ഓഫീസിൽ ചെന്ന് ഇന്നലെ ഞങ്ങളുടെ ആദ്യത്തെ യോഗം കൂടി. ആദ്യത്തെ യോഗത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും വ്യക്തികൾ അമ്മ സംഘടനയിൽ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുമൊക്കെ വളരെ കാര്യക്ഷമമായി നടത്തപ്പെടേണ്ടുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റിയെ ഇതേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മളെല്ലാവരോടും സംസാരിച്ചു. ഞാൻ ശ്വേതയോട് സംസാരിച്ചു, അൻസുബയോട് സംസാരിച്ചു, മല്ലികാന്റിയോട് സംസാരിച്ചു, ബാബുരേട്ടൻ, സിദ്ദിഖ, ഇടവേള ബാബുക്ക, മമ്മുക്ക, ലാലേട്ടൻ, എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. പാടുള്ളൊരു കാര്യമൊന്നുമല്ല, അത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം പരിഹരിക്കപ്പെടും. പുതിയ കമ്മിറ്റി വരും, അവരെല്ലാം കൃത്യമായി നോക്കിക്കോളും. ഒരു സ്ഥിര ഭാരവാഹിത്വത്തിലോട്ട് ഞാൻ വരില്ല. എനിക്ക് ഇവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. വിദേശ സംഭാവന നിയമത്തിലെ പുതിയ ചട്ട ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് കാത്തലിക് ബിഷപ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ, CBCIയും നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയും ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനം ആചരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആശങ്ക അറിയിക്കാൻ അവസരം തേടിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. FCRA ഭേദഗതി ഏതെങ്കിലും സമുദായത്തിനോ മതത്തിനോ എതിരല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷേ നുണ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
അല്ല, നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് ഈ പ്രചരണം കേട്ടതാണ്. കോൺഗ്രസ് ആണ് ഇത് പ്രചരിപ്പിച്ചത്. ഞാൻ അന്ന് എന്നോട് ചോദിച്ചപ്പോൾ, മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, FCRA ഒരു കമ്മ്യൂണിറ്റിയുടെ എതിരെയോ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല. FCR എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ്. മണി ലോണ്ടറിങ്ങിൻ്റെ എതിരെ അവർ അമെൻമെൻറ്റ് സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു നുണപ്രചരണം ചെയ്യുന്നത് അവർക്ക് ആർക്കും അനുവാദമില്ല. അത് ചിലവർ ചെയ്യുന്നു. സംശയം ഉണ്ടെങ്കിൽ CBCI ആണോ ആരാണെങ്കിലും അവർ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം ചർച്ച ചെയ്യുക, അവരുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ആ ക്ലാരിഫിക്കേഷൻ ആഭ്യന്തര മന്ത്രാലയം തരും എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. പുനഃസംഘടന അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നോടിയായാണ് കൂടിക്കാഴ്ചയെന്നാണ് വിലയിരുത്തൽ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ മന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഹർദീപ് സിംഗ് പുരി എന്നിവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായേക്കുമെന്നും സൂചനയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമെന്നും രാഘവ് ചദ്ദ അടക്കമുള്ളവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതായുമാണ് സൂചന. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. അദ്ദേഹത്തിന് പിറന്നാൾ ആശംസ നേരുന്നതിനൊപ്പം മികച്ച രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു എന്ന പുകഴ്ത്തലും പ്രധാനമന്ത്രിയിൽ നിന്നുമുണ്ടായി. അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറി കേസിൽ അന്വേഷണം ശക്തമായതോടെ അയോധ്യ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. കേസിൽ അറസ്റ്റിലായവർ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുള്ളവരെന്ന് സ്ഥിരീകരിച്ചു. കാണിക്ക എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ചു കടത്തിയെന്നും CCTV ദൃശ്യങ്ങളിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായത്. ഉന്നതരുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരായ ഭൂമി കുംഭകോണ ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യാദവ് മുഖ്യമന്ത്രിയായ ശേഷം മരുമകൾ ശാലിനിയും മോഹൻ യാദവിന് ഓഹരിയുള്ള കമ്പനിയും വൻതോതിൽ ഭൂമി വാങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയും കുടുംബവും ഭൂമി വാങ്ങിക്കൂട്ടിയ മേഖലയിലേക്ക് പുതിയ റോഡ് പദ്ധതി പ്രഖ്യാപിച്ചതാണ് വിവാദം. മോഹൻ യാദവിന്റെ ഭൂസ്വത്ത് 2021-നും 2023-നും ഇടയിൽ ഇരട്ടിയായെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മോഹൻ യാദവിന്റെ ബന്ധുക്കൾ 2024-ലും 2025-ലുമായി 150 ഏക്കറിലധികം ഭൂമി വാങ്ങിയിരുന്നതായാണ് ആരോപണം. ഇക്കാര്യം എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാത്തതെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. ക്രമവിരുദ്ധമായി ഒന്നും മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നാണ് BJPയുടെ വാദം. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 235 പേർ മരിച്ചു. 4300-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിനിടെ ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്കായി സഹായം എത്തിച്ചു തുടങ്ങി. വെനസ്വേലയിൽ ഇന്നലെയാണ് ഈ ഇരട്ട ഭൂചലനം ഉണ്ടാകുന്നത്. ഈ ഭൂചലനത്തിന്റെ നടുക്കം ഇപ്പോഴും വെനസ്വേലയ്ക്ക് വിട്ടുമാറിയിട്ടില്ല. 250ഓളം കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളൊക്കെ തകർന്നതോടെ ആളുകളൊക്കെ തെരുവിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരക്കാസിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും 21 പേരെ രക്ഷിക്കാനായി 11 മൃതദേഹങ്ങളും അവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. US ജിയോളജിക്കൽ സർവേ പ്രകാരം ആദ്യ ഭൂചലനം 7.2 തീവ്രതയിലും രണ്ടാം ഭൂചലനം 7.5 തീവ്രതയും രേഖപ്പെടുത്തി. ഈ ഭൂകമ്പത്തിന്റെ ആഘാതം വെനസ്വേലൻ അതിർത്തിയും കഴിഞ്ഞ് ആമസോൺ മേഖല വരെ അനുഭവപ്പെട്ടു. വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കും പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റഷ്യ, ചൈന, UK, US, മെക്സിക്കോ തുടങ്ങി ലോക രാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. 2 ചൈനീസ് വംശകരും 2 ബ്രസീലിയൻസും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി എന്ന ആശ്വാസ വാർത്തയും നിലവിൽ വരുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക $150 മില്യൺ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കപ്പൽ വഴിയും വിമാനം വഴിയും മറ്റു തരത്തിലുള്ള സഹായങ്ങളും വെനസ്വേലയ്ക്ക് എത്തിക്കുമെന്നും അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഒരു നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഭൂചലനമാണ് വെനസ്വേലയെ ഈ കഴിഞ്ഞ ദിവസം പിടിച്ചുലച്ചത്. കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ജൂൺ 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണ്ണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെ പ്രഖ്യാപനം മാറ്റുകയായിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം കനക്കും. ഇന്ന് ഒരു ജില്ലയ്ക്കും പ്രത്യേക അലർട്ട് ഇല്ലെങ്കിലും
നാളെ മുതൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാളെ വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയാണ് യെല്ലോ അലർട്ട്. ഇന്ന് കേരള തീരത്ത് കള്ളക്കടൽ സാധ്യതാ മുന്നറിയിപ്പുമുണ്ട്. ഹൈബി ഈഡൻ എംപിയുടെ വീട്ടിൽ അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറി സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശി അലക്സ് ചാക്കോയാണ് അറസ്റ്റിലായത്. ആക്രമണത്തിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പ്രതി കൊലപാതക ഭീഷണിയും മുഴക്കിയിരുന്നു. ഹൈബി ഈഡൻ എംപിയുടെ സഹപാഠിയാണ് അലക്സ്. വീടിന്റെ ജപ്തി നടപടികൾ എംപി തടയണമെന്ന ആവശ്യം പ്രതി ഉന്നയിച്ചിരുന്നു. കാതല ചട്ടിയും പൊട്ടിച്ചതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് പാലക്കാട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധം. മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാക്ക് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച പുതിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഷെൽട്ടറിന്റെ ഉദ്ഘാടനം പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. മുൻ MP രാഹുൽ ഗാന്ധിയുടെ MP ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മിച്ചത്. സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ 11-കാരൻ രക്ഷിൻ ചികിത്സയ്ക്ക് ശേഷം തിരികെയെത്തി. എന്നാൽ കാത്തിരിക്കാൻ അമ്മയില്ലെന്ന ശൂന്യതയിലേക്കാണ് രക്ഷിൻ മടങ്ങി വന്നത്. ഇനി രക്ഷിന് കൂട്ടായുള്ളത് അമ്മ മാരി. കാട്ടാനയുടെ ചവിട്ടേറ്റ് പിടയുന്നത് നേരിട്ട് കാണേണ്ടി വന്ന സഹോദരി രക്ഷിന മാത്രമാണ്. കഴിഞ്ഞ ജൂൺ 8-നാണ് കാട്ടാന ആക്രമണമുണ്ടായത്. 2 ആഴ്ച നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ ലോക്കാലിലെ ബന്ധുവീട്ടിലേക്ക് രക്ഷിൻ മടങ്ങിയെത്തുമ്പോൾ കാത്തിരുന്ന് ശൂന്യത മാത്രമായിരുന്നു. തലയ്ക്കും കഴുത്തിനുമേറ്റ ഗുരുതര പരിക്കുകളേക്കാൾ ആ കുരുതിന്റെ മനസ്സിനെ നോവിക്കുന്നത് അമ്മ ഇനി വരില്ലെന്ന യാഥാർത്ഥ്യമാണ്. അപകടനില തരണം ചെയ്തതിനു ശേഷമാണ് അമ്മ മാരിയുടെ മരണവിവരം ഡോക്ടർമാർ അവനെ അറിയിച്ചത്. കഴിഞ്ഞ ജൂൺ 8-നാണ് ഇവരുടെ ജീവിതം ഇരുളടഞ്ഞുപോയ ആ ദുരന്തം സംഭവിച്ചത്. 1 വർഷം മുൻപ് രോഗബാധിതനായി പിതാവ് രാജമരിച്ചതോടെ അമ്മ മാരിയായിരുന്നു ഇവരുടെ ഏക ലോകം. വീടിനടുത്തേക്ക് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ചിന്നക്കനാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന മക്കളെ സ്കൂൾ ബസ് കയറ്റിവിടാൻ 2 കിലോമീറ്ററോളം നടന്ന് സൂര്യനെല്ലി ബോഡിമെട്ട് റോഡിലേക്ക് വരികയായിരുന്നു ഇവരുടെ പതിവ്. മേഖലയിൽ കാട്ടാനയുണ്ടെന്ന വിവരമറിഞ്ഞ് മക്കൾക്ക് കാവലായാണ് ആ അമ്മ കൂടെ ഇറങ്ങിയത്. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വഴിമധ്യേ അപ്രതീക്ഷിതമായി പാഞ്ഞെടുത്ത കാട്ടാന മാരിയെയും രക്ഷിനെയും ആക്രമിക്കുകയായിരുന്നു. ആനയുടെ അടിയും ചവിട്ടുമേറ്റ് ചോരയിൽ കുളിച്ചുകിടന്ന അമ്മയെയും അനിയെയും തൊട്ടുപിന്നിൽ നടന്നു വരികയായിരുന്ന രക്ഷിണയ്ക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാരിയെ ഡോക്ടർമാർക്ക് രക്ഷിക്കാനായില്ല. നമ്മൾ കോട്ടയം കൊണ്ടുപോയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ല നീറ്റ് എല്ലാ ഡോക്ടർ നേഴ്സ് എല്ലാം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. ഇതിന് നന്നായി പിന്നെ തന്നെ ഇവർ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കൂടി 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ കൂടാൻ തീരുമാനിച്ചിരിക്കുക. പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണ ചുമതല വനംവകുപ്പ് ഇപ്പോൾ ഇവരുടെ ബന്ധുവും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ M രമേശിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ വീതം വനംവകുപ്പ് നിക്ഷേപിച്ചു കഴിഞ്ഞു. ചെലവുകൾക്കായി പ്രതിമാസം 5000 രൂപ വനംവകുപ്പ് നൽകും. പ്രായപൂർത്തിയാകുമ്പോൾ വനംവകുപ്പിന്റെ 5 ലക്ഷവും ജില്ലാ ഭരണകൂടത്തിന്റെ 4 ലക്ഷവും ഉൾപ്പെടെ 9 ലക്ഷം രൂപ കൂടി ഇവർക്ക് ലഭിക്കും. മനസ്സിൽ നമ്മൾ കാണുന്ന സമയത്ത് തോന്നുന്നുണ്ട് ഇച്ചിരി സങ്കടത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ തോന്നുക. നമ്മൾ പിള്ളേർ കൂടെയും നമ്മുടെ കൂടെയും ഇരിക്കുന്ന സമയത്ത് ഇച്ചിരി അവന് ഒരു ഇതുണ്ട്, തെളിവുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ ഇവന് ചേച്ചി വളരെ ഇഷ്ടമാണ്. ഇവൻ്റെ ചേച്ചി വന്നപ്പോൾ ഇവൻ നല്ല മെടുക്കനായി. അത് ഞങ്ങൾക്ക് വളരെ ഒരു ഇതായിപ്പോയി. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവനെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കുരുന്നുകളുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത്. ഇനി അങ്ങോട്ട് പരസ്പരം താങ്ങായി ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ് രക്ഷിനും രക്ഷിണയും. ന്യൂസ് 18 ഇടുക്കി. മംഗലത്തെ ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായ കാട്ടാനയെ റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന നടപടികൾ കോട്ടപ്പടി വടക്കും ഭാഗത്ത് തുടങ്ങി. അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ബിനോയ്, റേഞ്ച് ഓഫീസർ ലുധീഷ്, RRT ഡെപ്യൂട്ടി RO എബിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ തുടങ്ങിയത്.
വയനാട് നെന്മേനി പഞ്ചായത്തിലെ കുന്താണിയിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് കടുവയെ കണ്ടു. തൊവരിമല എസ്റ്റേറ്റിൽ തമ്പുരാട്ടിപ്പാറയോട് ചേർന്നാണ് കടുവയെ കണ്ടത്. പ്രദേശവാസിയായ രമേശാണ് കടുവയെ കണ്ടത്. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് 100 മീറ്ററോളം മാറിയുള്ള പാറയുടെ മുകളിൽ കിടക്കുന്ന നിലയിലായിരുന്നു കടുവ. സംഭവം അറിഞ്ഞ വനംവകുപ്പ് ജീവനക്കാർ എത്തുമ്പോഴേക്കും കടുവ എസ്റ്റേറ്റിനുള്ളിലേക്ക് മറഞ്ഞിരുന്നു. വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറി കേസിൽ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജിവെച്ചു. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഈ സംഭാവന തിരിമറി രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയും വലിയ പ്രതിഷേധവും ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സുപ്രധാനമായ 2 രാജികൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? വളരെ പ്രധാനപ്പെട്ട 2 രാജികളാണ്. എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്ന ചോദ്യമാണ്. ഇതിനകം അറസ്റ്റിലായ 8 പേര് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ജീവനക്കാരാണ്. ഇവരെ മാത്രം കുടുക്കി കേസ് ഒതുക്കാൻ ശ്രമം നടക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം. ഇതിനിടയിലാണ് ചമ്പത് റായിയും ഒപ്പം തന്നെ അനിൽ മിശ്രയും രാജിവെക്കുന്നത്. ചമ്പത് റായ് ആയിരുന്നു രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ട്രസ്റ്റ് അംഗമായിരുന്നു അനിൽ മിശ്ര. ഇരുവർക്കെതിരെയും ഗുരുതരമായ ആരോപണമുണ്ടായിരുന്നു. ഈ ചമ്പത് റായുടെ പല ബന്ധുക്കളുമാണ് ഈ തിരിമറിക്ക് ഒപ്പം നിന്നത്, തിരിമറി നടത്തിയത് എന്നതായിരുന്നു ആക്ഷേപം. പ്രധാനമായും കുംഭമേളയുടെ ദിവസങ്ങളിലടക്കം അവിടുത്തെ സംഭാവന തുക എണ്ണി തിട്ടപ്പെടുത്താൻ ഈ കുടുംബാംഗങ്ങളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ചമ്പത് റായ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലാവുകയും കേസ് നടപടികളും ചമ്പത് റായ്ക്കെതിരെ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് രാജി ഉണ്ടാവുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള തുടർ നീക്കങ്ങളും പിന്നാലെ ഉണ്ടാവാനാണ് സാധ്യത. ഈ രാജിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ സജിത്ത്? ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെയാണ് രാജി എന്നത് പറയുന്നുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഒപ്പം തന്നെ UPയിലെ മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ശക്തമായ നീക്കം നടത്തുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാജി. ഒരു മുഖം രക്ഷിക്കൽ നടപടികളുടെ ഭാഗമാണ് ഈ രാജി എന്ന വിമർശനമുണ്ട്. അതിനപ്പുറം നിയമപരമായ നടപടികൾ എത്ര കണ്ട് ചമ്പത് റായ്ക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം കൂടി പ്രസക്തമായ കാര്യമാണ്. SITയുടെ റിപ്പോർട്ടിൽ വലിയ ക്രമക്കേട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. UP സർക്കാരും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ രാജി ഉണ്ടാവുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകമെങ്ങും ലോകകപ്പ് ആവേശം. ലോകകപ്പിലെ ഗ്ലാമർ പോരിൽ ഇന്ന് ഫ്രാൻസ് നോർവേയുമായി ഏറ്റുമുട്ടും. ഗോൾവേട്ടയിൽ മത്സരിക്കുന്ന കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ള പോരാട്ടമായാണ് ആരാധകർ മത്സരത്തെ കാണുന്നത്. തോൽവി അറിയാതെ മുന്നേറുന്നവരാണ് 2 സംഘങ്ങളും. ജയിക്കുന്ന ടീം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. 12:30 ഫോക്സ്ബറോയിലാണ് മത്സരം. ഗ്രൂപ്പ് Hലെ മത്സരത്തിൽ ഉറുഗ്വായ് സ്പെയിനിനെ നേരിടും. 4 പോയിന്റുമായി സ്പെയിനാണ് ഗ്രൂപ്പിൽ ഒന്നാമത്. രണ്ടാമതുള്ള ഉറുഗ്വായ്ക്ക് 2 പോയിന്റാണുള്ളത്. പുലർച്ചെ 5:30 മെക്സിക്കോയിലെ ഗ്വാഡലഹാറയിലാണ് മത്സരം. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ നോക്കൌട്ട് പ്രതീക്ഷയുമായി കേപ്പ് വെർദെ സൗദി അറേബ്യയെ നേരിടും. കേപ്പ് വെർദെയ്ക്ക് 2 പോയിന്റുണ്ട്. 5:30 ഹൂസ്റ്റണിലാണ് മത്സരം. ഗ്രൂപ്പ് Gയിലെ മത്സരങ്ങളിൽ ഈജിപ്ത് ഇറാനെയും ബെൽജിയം ന്യൂസിലൻഡിനെയും നേരിടും. 4 പോയിന്റുമായി ഈജിപ്താണ് നിലവിൽ ഒന്നാമത്. ഇറാനും ബെൽജിയത്തിനും 2 പോയിന്റ് വീതമാണ്. 8:30 മത്സരങ്ങൾ. ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ബ്രസീലിന് എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് Fൽ ജപ്പാൻ 2ാം സ്ഥാനത്തായതോടെയാണ് ബ്രസീലിന്റെ എതിരാളികളായി മാറിയത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സ്വീഡനുമായി 1-1 സമനിലയിൽ പിരിഞ്ഞു ജപ്പാൻ. ഗോൾ രഹിതമായിരുന്ന ആദ്യ പകുതി 56-ാം മിനിറ്റിൽ ഡൈസൺ മയേദയിലൂടെ ജപ്പാൻ മുന്നിലെത്തിയെങ്കിലും 6 മിനിറ്റിനുള്ളിൽ ആന്റണി അലാങ്ക സ്വീഡനായി സമനില ഗോൾ നേടി. ജപ്പാൻ തുടർച്ചയായ 3ാം തവണയാണ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. തിങ്കളാഴ്ച ഹൂസ്റ്റണിൽ വെച്ചാണ് ബ്രസീലിനെതിരായ മത്സരം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തുന്ന നെതർലൻഡ്സിന് മൊറോക്കോയാണ് എതിരാളി. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഓറഞ്ച് പട 1-നെതിരെ 3 ഗോളുകൾക്ക് ടുണീഷ്യയെ തോൽപ്പിച്ചു. 3ാം മിനിറ്റിൽ തന്നെ നെതർലൻഡ്സ് അക്കൗണ്ട് തുറന്നു. എല്ലിസ് സഖറിയയുടെ സെൽഫ് ഗോളാണ് നെതർലൻഡ്സിന് തുണയായത്. 7ാം മിനിറ്റിൽ ബ്രയാൻ ബ്രോബി 2ാം ഗോൾ നേടി. 54-ാം മിനിറ്റിൽ ഹസേം മസ്തൂരിയിലൂടെ ടുണീഷ്യ 1 ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ 62-ാം മിനിറ്റിൽ ജാൻ പോൾ വാൻ ഹെക്ക് നെതർലൻഡ്സിന്റെ വിജയമുറപ്പിച്ച ഗോൾ നേടി.
ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ നോക്കൌട്ട് റൗണ്ടിൽ പ്രതീക്ഷ നിലനിർത്തി. 77-ാം മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റ നേടിയ ഗോളാണ് ഇക്വഡോറിന് നിർണായക വിജയവും നോക്കൌട്ട് പ്രതീക്ഷയും സമ്മാനിച്ചത്. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ ലറോയ് സാനയുടെ ഗോളിലൂടെ ജർമ്മനി മുന്നിലെത്തി. എന്നാൽ 9-ാം മിനിറ്റിൽ നിൽസൺ അംഗുലോയിലൂടെ ഇക്വഡോർ തിരിച്ചടിച്ചു. തുടർന്ന് സമനിലയിൽ പിരിഞ്ഞേക്കുമെന്ന് കരുതിയ മത്സരത്തിന്റെ 77-ാം മിനിറ്റിലാണ് പ്ലാറ്റയിലൂടെ ഇക്വഡോർ വിജയ ഗോൾ കണ്ടെത്തിയത്. ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയർ നിറം മങ്ങിയതും മുൻ ചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായി. 2013 ശേഷം ഒരു യൂറോപ്യൻ ടീമിനെതിരെ ഇക്വഡോർ നേടുന്ന ആദ്യ വിജയമാണിത്. ഇക്വഡോർ നോക്കൌട്ടിലെത്തിയാൽ 20 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന നേട്ടമാകും. യുഎസ്എയുടെ അപരാജിത കുതിപ്പിന് വിരാമമിട്ട് തുർക്കി. ഗ്രൂപ്പ് ഡിയിലെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ അവസാന സെക്കൻഡിലായിരുന്നു തുർക്കിയുടെ വിജയ ഗോൾ. 2-2 സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ക്യാൻ ഐഹാൻ തുർക്കിക്ക് വേണ്ടി സ്കോർ ചെയ്തത്. ലോസ് ഏഞ്ചൽസിൽ നടന്ന മത്സരത്തിൽ 9 മാറ്റങ്ങളുമായാണ് യുഎസ് കോച്ച് മൗറിനോ ടീമിനെ ഇറക്കിയത്. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ ഓസ്റ്റൻ ട്രിറ്റിയിലൂടെ യുഎസ്എ മുന്നിലെത്തി. എന്നാൽ 10-ാം മിനിറ്റിൽ അർഡ ഗുലറിലൂടെ തുർക്കി സമനില പിടിച്ചു. ആക്രമണം തുടർന്ന തുർക്കി 31-ാം മിനിറ്റിൽ മുന്നിലെത്തി. ഇൽമാസ് ആയിരുന്നു സ്കോറർ. 49-ാം മിനിറ്റിൽ സെബാസ്റ്റ്യൻ ബെർഹാൾട്ടറിലൂടെ യുഎസ്എ സമനില ഗോൾ കണ്ടെത്തി. മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെയാണ് ഇഞ്ചുറി ടൈമിന്റെ 8-ാം മിനിറ്റിൽ ക്യാൻ ഐഹാൻ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഡി ചാമ്പ്യന്മാരായ യുഎസ്എ ബുധനാഴ്ച നടക്കുന്ന റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഐവറി കോസ്റ്റ് നോക്കൌട്ടിൽ. ക്യൂറോസോവയെ 2-0 പരാജയപ്പെടുത്തിയാണ് ഐവറി കോസ്റ്റിന്റെ മുന്നേറ്റം. നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഐവറി കോസ്റ്റിന് കരുത്തായത്. മത്സരത്തിന്റെ 7-ാം മിനിറ്റിലായിരുന്നു ഐവറി കോസ്റ്റിന്റെ ആദ്യ ഗോൾ. യാൻഡിയോ നൽകിയ മികച്ച അസിസ്റ്റിൽ നിന്ന് നിക്കോളാസ് പെപ്പെ പന്ത് വലയിലാക്കുകയായിരുന്നു. 65-ാം മിനിറ്റിൽ ക്യൂറോസോവ ഗോൾ കീപ്പർ എലോയ് റൂമിനെ വെട്ടിച്ച് പെപ്പെ തൊട്ടടുത്ത ഷോട്ട് വലയിലെത്തിച്ചു. ജയത്തോടെ 6 പോയിന്റുമായ ഐവറി കോസ്റ്റ് ഗ്രൂപ്പ് ഇയിൽ 2-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തു. ഒരു ലോകകപ്പിൽ ഐവറി കോസ്റ്റ് 2 മത്സരങ്ങളിൽ ജയിക്കുന്നത് ആദ്യമാണ്. പുറത്തായെങ്കിലും അഭിമാന നിമിഷങ്ങളുമായാണ് ക്യൂറോസോവ മടങ്ങുന്നത്. ഇക്വഡോറിനെതിരെ സമനില പിടിച്ചതിലൂടെ ക്യൂറോസോവ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോയിന്റ് നേടിയിരുന്നു. പരാഗ്വേയെ ഗോൾ രഹിത സമനിലയിൽ തളച്ച ഓസ്ട്രേലിയ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് ഡിയിലെ 2-ാം സ്ഥാനക്കാരായാണ് സോക്കറൂസിന്റെ മുന്നേറ്റം. തോൽവി ഒഴിവാക്കിയാൽ തന്നെ ഓസ്ട്രേലിയയ്ക്ക് നോക്കൌട്ടിൽ എത്താമായിരുന്നു. ഇരു ടീമും ആക്രമിച്ച് കളിച്ചെങ്കിലും ഗോൾ നേടാനായില്ല. 4 പോയിന്റുമായി 3-മതുള്ള പരാഗ്വേയും നോക്കൌട്ട് സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ലോകകപ്പ് ആരവത്തിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ ആറാടുമ്പോൾ മിയാമിയിലെ ഒരു ബാറിലെ കാഴ്ചകൾ കാണാം. കോക്ടെയിൽ ആയാലും ബിയറാണെങ്കിലും എല്ലാം ഫുട്ബോൾ മയമാണ്. കോക്ടെയിൽ നൽകുന്നത് ബൂട്ടുകളിലാണ്. മിയാമിയിലെ സ്നീക്കർ തീം സ്പോർട്സ് ബാറായ ഗ്രെയിൽസിലെത്തിയാൽ ലോകകപ്പ് ആവേശത്തിൽ തന്നെ കോക്ടെയിൽ നുണയാം. ബിയറാണ് വേണ്ടതെങ്കിൽ ട്രോഫിയും കിട്ടും. ഫുട്ബോൾ തീമിലുള്ള കോക്ടെയിലുകളും ബിയറുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. കോക്ടെയിൽ ഗ്ലാസുകളായി ഉപയോഗിക്കുന്നത് ഫുട്ബോൾ ബൂട്ടുകളുടെ രൂപത്തിലുള്ളവയാണ്. ഇഷ്ട ടീമിന്റെ ബൂട്ടുകളിൽ കോക്ടെയിൽ നുരഞ്ഞെത്തും. It's going to be great. The energy is super high. There's a ton of people here, a lot of German supporters, other teams as well. And I think having the World Cup in Miami is going to be so amazing. Lots of energy, lots of fans. It's going to be a great time. ലോകകപ്പ് ട്രോഫിയുടെ ആകൃതിയിലുള്ള ഗ്ലാസുകളിലാണ് ബിയർ വിളമ്പുന്നത്. ഈ ട്രോഫി കപ്പുകൾ സുവനീർ പോലെ സൂക്ഷിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. I have an ice cold beer. It's a great Sunday afternoon in Miami watching World Cup soccer. I love USA, but I also love Germany. It always tastes better when it's in a themed cup and a World Cup, so I love it. But I do like beer in any cup. ലോകം മുൻനിർത്തിയുള്ള ആലോചന അത് മോശമായില്ല എന്നാണ് ബാറിലെ ജനറൽ മാനേജർ ക്രിസ് കാസിയ പറയുന്നത്. Because of our sneaker themes that we have for all the cocktails, we decided for World Cup because it's so big, we would make a cleat for all the soccer fans because we are known for our soccer watch parties in Wynwood. മിയാമിയിലെ ചൂടത്ത് ഒരു കപ്പിൽ ബിയറോ ഒരു കോക്ടെയിലോ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറവല്ല. ലോകകപ്പ് ആവേശം ഉൾക്കൊണ്ട് ഒരു സുവനീറുമായി മടങ്ങാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ ഈ ബാറിൽ കച്ചവടം തകർത്തിയാണ്. വെൽക്കം ഡെസ്ക് ന്യൂസ് 18.
അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ലോകകപ്പ് ഫുട്ബോൾ പോരാട്ടങ്ങൾക്കായി എത്തിയ കാണികളെ കാത്തിരിക്കുന്നത് കളിക്കളത്തിലെ ആവേശം മാത്രമല്ല, നാവിൽ വെള്ളമൂറുന്ന ഒരു വിഭവം കൂടിയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകർ ഫിലാഡൽഫിയയിലെ വിഖ്യാത ഫിലി ചീസ് കേക്ക് നുണയുന്ന തിരക്കിലാണ്. കളിയാവേശത്തിനൊപ്പം ഈ ഭക്ഷണാനുഭവവും തങ്ങൾക്ക് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത സന്തോഷമാണെന്ന് ആരാധകർ പറയുന്നു. ഫിലാഡൽഫിയയുടെ സ്വന്തം സിറ്റി ഓഫ് ബ്രദർലി ലവ് എന്നറിയപ്പെടുന്ന നഗരത്തിലേക്ക് ഫുട്ബോൾ പ്രേമികൾ ഒഴുകിയെത്തുന്നത് കളി കാണാൻ മാത്രമല്ല, ഈ ലോകപ്രശസ്തമായ സാൻഡ്വിച്ച് കഴിക്കാൻ കൂടിയാണ്. നീളമുള്ള നല്ല മൊരിഞ്ഞ ബ്രെഡിനുള്ളിൽ ഇറച്ചിയും ഉരുകിയ ചീസും ചേർത്തുള്ള വിഭവം. Es un Philly cheesesteak. Estamos aquí en Filadelfia. Es muy sabroso, es muy diferente que un taco, unas empanadas, muy diferente. Philly cheesesteak, mira. Don't get chicken, get actual steak and cheese, and that's it. Don't add anything else to it. No extra ingredients, nothing. Keep it simple. Keep it simple. ബ്രസീൽ, ഹെയ്തി, കൊളംബിയ, കാനഡ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരാണ് ഇവിടെ ഈ വിഭവം തേടിയെത്തുന്നത്. സ്വന്തം നാട്ടിലെ ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ രുചിക്കൂട്ടാണിതെന്ന് കാനഡയിൽ നിന്നും കൊളംബിയയിൽ നിന്നുമുള്ള കാണികൾ സാക്ഷ്യപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ റിവ്യൂകൾ നോക്കിയാണ് പലരും ഈ വിഭവം തേടിയെത്തുന്നത്. So I was doing some research. I knew we were coming to Philly. You can't go to Philly without having a cheesesteak. So I got on TikTok, which is where I always go for recommendations. And this was like listed in the top 3. And so Sammy, our other friend, he also recommended it. So it was just meant to be. So we came here as soon as we got here. ഫുട്ബോൾ അതിരുകളില്ലാത്ത ആവേശം സമ്മാനിക്കുമ്പോൾ ഫിലാഡൽഫിയയുടെ ഈ തനത് വിഭവം കായിക പ്രേമികളുടെ വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നു. കളം നിറയുന്ന ഫുട്ബോൾ കാഴ്ചകൾക്കൊപ്പം നഗരത്തിന്റെ സംസ്കാരവും രുചിയും നെഞ്ചിലേറ്റിയാണ് ഓരോ ആരാധകനും ഫിലാഡൽഫിയയിൽ നിന്ന് മടങ്ങുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,980 രൂപ, പവന് 1,03,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,720 രൂപ, പവന് 87,760 രൂപ. വെള്ളി ഗ്രാമിന് 240 രൂപ, കിലോയ്ക്ക് 2,40,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.